ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആണ്. ഡേ ഇൻ മൈ ലൈഫ് കൊണ്ട് വന്നിരിക്കുന്നു. കുറേ ദിവസം വീഡിയോ ഇട്ടിച്ച് കാരണം കുറച്ച് ബിസി ആയിപ്പോയി. ഹണിമി അധികം ഉണ്ടാവൂല, ഓളോ സ്കൂള് 10th അല്ലേ. നമ്മള് എഴുന്നേറ്റിട്ടുള്ളൂ. 10 മണിയാവാനായി. കാരണം എൻ്റെ മോന് രാത്രി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് കരയും. അപ്പോൾ ആ സമയം ഇങ്ങനെ ഉറപ്പ് കുറവാകും. രാവിലെ വീണ്ടും അങ്ങനെ ഉറങ്ങുന്ന അതുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ വീണ്ടും എണീച്ചിട്ട് ചായ കുടിക്കുന്നത്. നല്ല മഴയുണ്ട്, നല്ല മഴ, നല്ല തണുപ്പുണ്ട്. ഇന്ന് ഇന്നെൻ്റെ ട്രയലാണ്. സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന കേട്ട് ഞാൻ നോക്കണം. മറ്റൊക്കെ കിട്ടില്ലേ. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഭക്ഷണം. അസ്സലാമു അലൈക്കും. അപ്പം നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീടായിട്ടാണ് വന്നത്. ഞാൻ ഈ വീട്ടിലധികം ഉണ്ടാവില്ല. ഞാൻ സ്കൂളിൽ പോന്ന ഇപ്പോൾ സമയം 7 മണിയായി. വെളിച്ചം വരുന്നുള്ളൂ. 7 മണിയായി. ഞാൻ പോകുന്ന അത് ട്യൂഷൻ പോകും, കാരണം സ്കൂളിൽ പോകും. സ്കൂളിൽ വിട്ട് എങ്ങനെ വരും. അങ്ങനെ രാവിലെ സ്കൂൾ പോകും, വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിൽ വരും. അങ്ങനെ ഞാൻ പോന്ന. പിന്നെ ഇപ്പോൾ സ്കൂളെല്ലാം തുറന്നൊന്നും വീഡിയോസൊന്നും വരാത്ത കുറച്ച് ബിസിയാണ്. 10ാം ക്ലാസ് ഒന്ന് ഫുള്ള് പ്ലസ് വാങ്ങിയിട്ട് ഇൻഷാല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബിസിയായി. അതുകൊണ്ടാണ് വീഡിയോസൊന്നും വരാത്ത. ബട്ട് നമ്മൾ ഇടാം ഇൻഷാല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല നല്ല വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ നല്ല മഴയാണ്, ജൂണ് നല്ല മഴയാണ് ഇവിടെ. അതുകൊണ്ട് തണുപ്പെല്ലാം പിടിച്ചിട്ട് സീനായിട്ടാണല്ലേ. പക്ഷെ സീനൊന്നുമില്ല. പിന്നെ ഇനി ഇന്ത്യയുടെ വ്ളോഗിൽ ഓരോണ്ടാളായിരിക്കും. ഇനി ബാക്കി ഓരോണ്ടാളായിരിക്കും. ഞാൻ പോന്ന. ബൈ. ഞാൻ വന്നിട്ട് കാണാം. ഷെസ എന്തായി? ട്രയൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവള്. എൻ്റെ സൈറ്റ് ആവുന്നില്ല. സൈറ്റ് ഓപ്പൺ ആവുന്നില്ലേ? ഒന്നും കൂടി നോക്കി നോക്ക്. ഷെസ ട്രയൽ കിട്ടീനാ? ഇല്ല, സാരമില്ല, നെക്സ്റ്റ് പിടിക്കാം. എന്തായാലും കിട്ടില്ല നമുക്കറിയാം. ഫസ്റ്റത്തെ അല്ലേ, കുഴപ്പമില്ല. ഗൈസ് നല്ല മഴ പെയ്യുന്നു, നല്ല മഴ. സോ ഗൈസ് അങ്ങനെ 10 മണിയായി. ലോക്കി ഇത് ഇവിടെ ഇങ്ങനെ. ലോക്കി ഉറങ്ങുന്ന ലോക്കി ഭയങ്കര സംസാരത്തില്ല. ആരോടാ മോനെണീച്ചതാരിത്? അയ്യാടിച്ചിട്ട എന്താ? ഫാത്തിമ മഴയത്ത് ഇങ്ങനെ കളിക്കുന്നു. ഫാത്തിമ മതി മതി, കേറിക്കോ. വാ, ബ്രഷ് ചെയ്തിട്ടില്ലല്ലോ. വാ. ഓ, ചായ കുടിച്ചോ?
സോ ഗൈസ് ഞങ്ങളെ നമ്മളെ അനീന വന്നിരിക്കുന്നു. ഗൈസ് ഇതാണ് നമ്മളെ വീടിൻ്റെ ടെറസ് വ്യൂ. ഭയങ്കര വ്യൂ ആണ് ഇവിടെ. ഇതിപ്പോൾ മഴക്കാറ് പോലെ മേഘങ്ങൾ മൂടുകൊണ്ടല്ലേ കുറേ മല കാണാം. കാണിക്കൂല. അൽമൈൻസ് അടിപൊളി അവിടെ ഇരിക്കാൻ നല്ല രസം. നമ്മൾ പണ്ട് വെറും ഇവിടെ വന്നിരിക്കുന്നില്ല അല്ലേ, നല്ല രസം. ഹായ് ഹായ്. ഇത് നമ്മളെ വീടിൻ്റെ ടെറസ്. എൻ്റെ ഇവിടെ വീടിൻ്റെ ടെറസ്. അപ്പം നമ്മുടെ വണ്ടിനെ വരുത്തുണ്ട്, വെറുതെ വരൂ, രാത്രി പഠിക്കാൻ വരൂ, ഫുഡ് കഴിക്കാൻ വരൂ. കുറെ കാക്കകളുണ്ട് നമുക്ക് ചങ്ങായിമാർ. നമ്മളെ ഫുഡ് കൊടുക്കും ഇവിടെ ചങ്ങായിമാർ. ഇവിടെ എൻ്റെ സ്റ്റെപ്പിളും ഇപ്പം വരുത്തുണ്ട്. പിന്നെന്ത് ഇതിങ്ങ തന്നെ. പിന്നെ ഇതന്നെ വേറെ ഡേ ഇൻ മൈ ലൈഫ് വേറൊന്നും ഇല്ല. സ്കൂളിൽ എനിക്ക് എൻ്റെ സ്കൂൾ ലൈഫ് അങ്ങോട്ട് ഇപ്പോൾ ഇങ്ങോട്ട് നമുക്കിപ്പോൾ തുടങ്ങുമോ ഇത്. പിന്നെ ഇവിടെ ഭയങ്കര വ്യൂ, ഭയങ്കര വയനാട് ചരങ്ങ അത്രയില്ലെങ്കിലും അത്യാവശ്യം നല്ല കുറേ മലകൾ കാണാം. പിന്നെ എൻ്റെ വീടിൻ്റെ മുകളിൽ നോക്കിയാൽ കുണ്ടുമല കാണാം. ഇവിടെ അങ്ങുണ്ട് ആ ഗ്രേ ഷീറ്റ്. അതിനിപ്പുറത്തെ എൻ്റെ മൂത്തമ്മൻ്റെ വീട്. അല്ല അപ്പം ഇതെല്ലാം തന്നെയാണ് വൈകുന്നേരം. അപ്പം ഇട വരും നമ്മൾ മയത്തിലടിപൊളി. ഇവിടുത്തെ വ്യൂ അതായിട്ടും. അപ്പോൾ ഇവിടെ കുറേ വീടെല്ലാം വരുന്നുണ്ട്. 1 2 3 അതിനപ്പുറത്തൊന്നുണ്ട് 4. കുറേ വീട്ടിൽ കൂടെ വരുന്നുണ്ട്. എല്ലാ വീട്ടിലും ഇതിൽ കാണുമ്പോൾ ഇതിൽ ഭയങ്കര രസമായിട്ടൊന്നും തോന്നില്ല, പക്ഷെ നേരിട്ട് അടിപൊളിയാണ്. ആകാശം നോക്കിയാ സ്കൈ അങ്ങ് കണ്ട. ഇതിപ്പോ മഴ ആയോണ്ടാന്ന് അതാണ് ശരിക്കും ഗ്രീനായിട്ട് മല തന്നെ കാണാം. അങ്ങ് കണ്ട നല്ല പച്ച മഴയാണ്. ഒരു നമ്മള് കുറച്ച് വെയിലുള്ള സമയത്ത് വരാം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. രാവിലെ പറഞ്ഞല്ലേ അതിനെന്താ? അസ്സലാമു അലൈക്കും പറഞ്ഞല്ലതാ. അസ്സലാമു അലൈക്കും ഗൈസ്. നമുക്കില്ല സത്യം പറഞ്ഞാൽ ഉച്ചക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഫുഡ് കഴിക്കുന്നൊന്നും മറന്നുപോയി. വീട് ആവുന്നുണ്ടോ? ആവുന്നുണ്ട്. സ്റ്റക്കായിട്ട് ഫുഡ് കഴിക്കുന്ന എടുക്കാൻ പറ്റിയിട്ടില്ല. തിന്നോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വന്നേ. അതിപ്പോഴും അങ്ങനെയാണല്ലോ, ഫുഡ് ഉണ്ടാകുന്ന ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ പ്രത്യേകിച്ച് വേറെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി. അപ്പോൾ നല്ലതിന് പറയാനുണ്ട്, അതാണ് ഒന്നും പറയാനില്ല. അതുകൊണ്ട് കേട്ടോ നല്ല ക്ലൈമറ്റ് ആകുമ്പോൾ നല്ല മഴയുണ്ട്, തണുപ്പുണ്ട്. കുറച്ച് കുറഞ്ഞ മഴ രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ ഇതന്നെ എപ്പോഴും ഇവള് സ്കൂളിൽ പോകും. കിട്ടിയിട്ടില്ല, കിട്ടട്ടെ. എനിക്ക് സ്കൂളിൽ പോകാൻ പോതിയാണ് ഇവള് പോകുന്നതാണ്. ചില സമയത്ത് തന്നെ ഉണ്ടാവും. പിന്നെന്താ എൻ്റെ ലൈഫിൽ തന്നെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് രാവിലെ 6 മണിക്ക് എണീക്കുക, ട്യൂഷൻ പോവാം, സ്കൂളിൽ പോവാം, തിരിച്ച് വരാം, വീട്ടിലേക്ക് പഠിക്കാനുള്ള പഠിക്കാം, ഇവിടെ വ്ളോഗ് എടുക്കണം, ഇവിടെ വരാൻ ഇവളോട് വർത്തമാനം പറയാം, പിന്നെയും കിടന്നിറങ്ങുക, പിന്നെയും രാവിലെ വീട്ടിൽ തന്നെ. പിന്നെ ഫുഡ് 3 നേരം ഫുഡ് കഴിക്കാം. എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. കിടന്നുറങ്ങിയാണ് ഡ്രാമ കാണാം, തിന്നാം, ഉറങ്ങാം, ഡ്രാമ കാണാം. 1 മാസം കൂടി ഇപ്പം ഇവിടെ സ്കൂളിൽ പോകുമ്പോൾ ഇല്ല, ഇങ്ങനെ ഉറങ്ങുമ്പോൾ എന്തൊരു സുഖ. പിന്നെ ഇത് എന്തേനും പറയാൻ വിചാരിച്ച് മറന്നുപോയി. ഒന്നുമില്ല. ഇതന്നെ ഇങ്ങനെ ഡള്ള ആക്റ്റീവ് അല്ലാത്തത് തണുപ്പ് പിടിച്ചേക്കും. ഞാനന്ന് മഴ കൊണ്ട് തണുപ്പ് പിടിച്ച് നല്ല നല്ല കാലാവസ്ഥ. ക്ലാസ് എടുക്കാൻ വൈബ. അപ്പോൾ
ഇനി മെയിനായിട്ടൊന്നും ഇല്ല. ഫുഡൊക്കെ നമ്മളെ കാണിച്ചു തരാം. ഇനി ഞാനിവളോട് ഇന്ന് സ്കൂളിൽ നിന്നില്ല കഥ പറയൂ. ഓളെന്തി പുതിയ ഡ്രാമ ഉണ്ടിക്കുണ്ട്, അങ്ങനത്തെ ഡ്രാമ ഉണ്ട്, ഇങ്ങനത്തെ ഡ്രാമ ഉണ്ടെന്ന് പറയും. പിന്നെ നമ്മളിങ്ങനെ ഓരോന്നും നൊടിയും. പിന്നെ കുറച്ച് താഴെ പോയി പിന്നെ കളിപ്പിക്കൂ, ഡോക്കിനെ കളിപ്പിക്കൂ. പിന്നെ എൻ്റെ കണ്ണ് കാണിക്കില്ല. പിന്നെ ഒന്നും ഇതന്നെ നമ്മളധികം സമയം ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും വെറുതെ. പിന്നെ എന്ത് ഈ സിനിമയുടെ സിനിമ കാണും, ടി വിയിൽ നെറ്റ്ഫ്ലിക്സിലെ ഫിലിം കാണും. ഇതന്നെ വേറൊന്നുമില്ല. വെറുതെ നൊടി ഇങ്ങനെ ഓരോന്ന്. അവളെ പറ്റിട്ട് ഇങ്ങനെ തള്ളു, ഞാൻ അതിങ്ങനെ കേൾക്കും. അവനെ തള്ളലില്ല, അവളിങ്ങനെ തള്ളലില്ലേ. നല്ല മുള തളാത്ത സത്യസന്ധത സത്യം മാത്രമേ പറയാറുള്ളൂ, ശരിക്കല്ല. പിന്നെന്താ ഉള്ളപ്പാ. പിന്നെ നമ്മളിനി ഫുഡ് കഴിക്കുന്നല്ല കാണിച്ചു തരാം. രാത്രിത്തെ ഫുഡ് എന്തായാലും കാണിച്ചു തരാം. എന്താ വെച്ചാൽ ഫുഡ് നമ്മൾ കാണിക്കലില്ല, ഒരു ഫുഡും കാണിക്കില്ലല്ലോ. പെരുന്നാൾക്ക് കാണിച്ചിട്ടില്ല. പിന്നെ നമ്മളെ വലിയ പെരുന്നാൾ വരുന്നതെന്ന് അതിൻ്റെ ഷോപ്പിംഗ് വീഡിയോ ഉണ്ടാവും ഇൻഷാല്ലാ. പെരുന്നാൾക്ക് ഈദ് വ്ളോഗ് ഉണ്ടാവും. അല്ല ഇൻഷാല്ലാ നമുക്ക് സെറ്റ് ആക്കണം. സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ പറയാം. ഞാനേ ഇപ്പം കുളിച്ചിട്ട് വന്നതാണ്. റെഡി മൊഞ്ചായി വന്നതാ. നെക്സ്റ്റ് നമ്മള് ഇപ്പം ഉണ്ടാക്കുന്ന ചാലഞ്ച് കളിക്കുന്നതാണ്. ചാലഞ്ചാ ആരോടെ? നോ പിന്നെ വരണം. വരണോ? സോ ഗൈസ്, അങ്ങനെ രാത്രിയായി, 9:30 മണിയായി. ഫുഡ് കഴിക്കാൻ പോകുന്ന പിന്നെ ഫാത്തിമാൻ്റെ ഫേവറേറ്റ് ഫുഡായിരുന്നു. എന്താ ഫാത്തിമ? KFC അല്ല, KFC ആണ്. സോ ഇന്ന് ഷവർമയുണ്ട്, ഓളെ പെപ്സി ഉണ്ട്. അങ്ങനെ കൊടുക്കാറില്ല, എപ്പെങ്കിലും കുറച്ച് കൊടുക്കും. നമ്മള് എല്ലാവരും ഒന്നിച്ചാൽ ഇങ്ങനെ ആയിരിക്കലില്ല. ഫാമിലി ആയിട്ട് സൂപ്പറാ. ഇഷ്ടം ഇങ്ങനെ ഇവിടെ ടി വി കണ്ടോണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് എപ്പോഴും എല്ലാവരും ടി വി കാണും ഒരു ടൈം ആകുമ്പോൾ. ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ചില ടൈമാണ് ഫുഡ് കഴിക്കുമ്പോൾ ടി വി കാണൽ, അല്ലെങ്കിൽ നമ്മൾ ടേബിളിൽ നിന്ന് തന്നെ കഴിക്കുക. എന്നിട്ട് ബിഗ് ബോസ് എല്ലാം കണ്ട് ഇങ്ങനെ തന്നെയാണ്, വേറൊന്നുമില്ല. പിന്നെ എല്ലാവരും കിടന്നുറങ്ങും. സോ ഗൈസ്, രാത്രിയായി. അപ്പം മോൾ നല്ല ഉറക്കത്തില്ല. മോള് താഴത്തല്ല, എല്ലാവരും ഉറങ്ങാൻ കിടന്നു. അപ്പോൾ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇൻഷാല്ലാ ചെയ്യാം. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.